ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ഹജ്ജിന് വന്നിട്ടുള്ള വ്യക്തികൾ അവർ ത്വായിഫ്, ജിദ്ദ, മദീന പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അഥവാ ഹറം വിട്ട് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ തവാഫ് ചെയ്യാതെ അങ്ങനെ പോകാമോ, പോയാൽ കുഴപ്പമുണ്ടോ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വ്യക്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. സഹോദരങ്ങളെ, ഏതൊരു വിഷയവും പ്രമാണങ്ങളിൽ എന്ത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം നമുക്ക് നോക്കാം. സഹീഹ് മുസ്ലിമിൽ 1327 നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല കാന നാസു യൻസരിഫൂന ഫീ കുല്ലി വജ്ഹിൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിവേദനം, അദ്ദേഹം പറയാണ്, ജനങ്ങൾ എല്ലാ വഴികളിലൂടെയും പിരിഞ്ഞു പോകുകയാണ്. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അവർ പോകാൻ നിൽക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻഫിറന്ന അഹദുൻ, ഒരാളും പോകരുത്, ഹത്താ യകൂന ആഖിറു അഹ്ദിഹി ബിൽ ബൈത്ത്, തൻ്റെ അവസാനത്തെ ഒരു കർമ്മം, ബന്ധം അത് പരിശുദ്ധ കഅബാലയുമായിട്ട് ആകാതെ ഒരാളും ഈ മക്ക വിട്ടു പോകരുത് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഇമാം ബുഖാരിയുടെ 1755 പ്രവചനത്തിൽ കാണുന്നത് ഉമിറന്നാസു അൻ യകൂന ആഖിറു അഹ്ദിഹിം ബിൽ ബൈത്ത് എന്നാണ്. ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടു എന്നാണ്, ജനങ്ങളോട് കൽപ്പന നടത്തി എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ്റെ ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ആശയം എന്ന് പറയുന്നത് അത് നമുക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങൾ നോക്കൂ, ഇമാം ഔനുൽ മഅബൂദ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ലാ യഖ്റുജന്ന അഹദും മിൻ മക്കത്ത, മക്കയിൽ നിന്ന് ഒരാളും പുറപ്പെടരുത് എന്ന് പറഞ്ഞാൽ വൽ മുറാദു ബിഹി, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൽ ആഫാഖിയ്യ്, അതായത് ഹറമിന് പുറത്ത് താമസിക്കുന്ന, പരിശുദ്ധ മക്കയുടെ ഹറമുണ്ടല്ലോ, അതിന് പുറത്ത് താമസിക്കുന്ന ആളുകൾ അവർ മക്ക വിട്ടു പോകുക തന്നെ ചെയ്യരുത്. ഏതുവരെ? ഹത്താ യകൂന ആഖിറു അഹ്ദി തവാഫ് ബിൽ ബൈത്ത്, അവൻ്റെ അവസാനത്തെ കർമ്മം തവാഫ്, ഈ പരിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്യുന്നതായിരിക്കണം. അത് ചെയ്യുന്നത് വരെ മക്കയിൽ നിന്ന് ഒരാളും പോകരുത്, പോകുക തന്നെ ചെയ്യരുത് എന്നാണ് ശക്തമായിട്ടുള്ള ഭാഷയിലാണ് പ്രവാചകൻ പറയുന്നത്. അപ്പോൾ പ്രവാചകൻ്റെ മൊഴി, പ്രവാചകൻ്റെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ കൽപ്പന അതെന്താ? അത് തീർച്ചയായിട്ടും പരിശുദ്ധ മക്ക, അത് ഹജ്ജിന് വന്നിട്ടുള്ള ഒരാൾ ആ മക്ക വിടണമെങ്കിൽ തവാഫുൽ വദാ ചെയ്യണം എന്നാണ്. ഇത് പ്രവാചകൻ്റെ ഒരു വാക്ക്, ഒരു മൊഴി. ആ മൊഴി മാത്രമല്ല, പ്രവാചകൻ കാണിച്ചു തന്നത് എങ്ങനെയാണ് അത് നമ്മൾ പരിശോധിക്കണം. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിലെ പ്രവാചകൻ എന്നാണ്, ഏത് ദിവസമാണ് മക്കയിൽ വന്നത്, ഏത് സമയമാണ് ഹജ്ജിന് വന്നത്, മക്കയിൽ വന്നത്, അതുപോലെ തന്നെ ഹജ്ജിന് വന്ന ഘട്ടത്തിൽ എപ്പോഴാണ് തവാഫുൽ വദാ ചെയ്തത്, എപ്പോഴാണ് മക്ക വിട്ടത് എന്ന് കാണാൻ വേണ്ടി കഴിയും. എല്ലാ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പല ഗ്രന്ഥങ്ങളിലുമുണ്ട് ഈ വിഷയം. അപ്പോൾ തഫ്സീറുൽ മദ്ഹരിൽ നിന്ന് ഞാൻ വായിക്കുന്നു, ദഖല മക്കത ഫീ ഹജ്ജത്തിൽ വദാഇ സ്വബീഹത റാബിഅത്തിൽ ഹിജ്ജ യൗമുൽ അഹദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 4 ഞായറാഴ്ച പ്രഭാതത്തിലാണ് ഹജ്ജത്തുൽ വദാ അഥവാ പ്രവാചകൻ്റെ വിടവാങ്ങൽ ഹജ്ജ് ചെയ്യാനായിട്ട് മക്കയിൽ വന്നത്. ഫലമ്മാ കാന യൗമു തർവിയ സാമിൻ ദുൽഹിജ്ജ യൗമുൽ ഖമീസ്, അതായത് തർവിയത്തിൻ്റെ നാൾ ദുൽഹജ്ജ് 8 അത് വ്യാഴാഴ്ചയായിരുന്നു എന്നാണ്. തവജ്ജഹ ഇലാ മിന, മിനയിലേക്ക് പ്രവാചകൻ പോയി. അപ്പോൾ മിനയിലേക്ക് പോയതും അറഫയിലേക്ക് പോയതും അതൊക്കെ ഇവിടെ വിശദീകരിക്കുന്ന നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാം. അങ്ങനെ ഫഇദാ ഫറഗ മിനൽ ഹജ്ജ്, ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ പൂർണ്ണമായപ്പോൾ ബാത ബിൽ മുസബ്ബഹ്, മുസബ്ബഹ് എന്ന് പറയുന്ന പ്രദേശത്താണ് പ്രവാചകൻ താമസിച്ചത്. മുസബ്ബഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേരാണ് അബ്ത്വഹ് എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ 2 പേരുകളുണ്ട് അതിന്. ആ സ്ഥലം എന്ന് പറയുന്നത് മിനയുടെയും മക്കയുടെയും ഇടയിലാണ്. അപ്പോൾ മിനയിൽ ജംറകളിൽ 13ാമത്തെ ദുൽഹജ്ജ് 13 കല്ലെറിഞ്ഞ് റസൂലുള്ള മിനയിൽ നിന്ന് മടങ്ങുമ്പോൾ മുസബ്ബഹിലാണ് താമസിച്ചത്. ഇപ്പോൾ ലൈലത്തുൽ അർബിഅ, ബുധനാഴ്ച രാവിനെ എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ് ദുൽഹജ്ജ് 13, അന്ന് കല്ലെറിഞ്ഞ് അന്ന് പിന്നെ ഈ മുസബ്ബഹിലേക്ക് മടങ്ങി. അങ്ങനെ സൂര്യൻ അസ്തമിച്ചപ്പോൾ എന്തായി? ബുധനാഴ്ച രാവായി. ആ രാവിനെ, ആ രാത്രിയിൽ മുസബ്ബഹിൽ താമസിച്ചു. എന്നിട്ടോ സുമ്മ താഫ അലൈഹിസ്സലാം തവാഫുൽ വദാ സഹറൻ, ആ രാത്രിയുടെ അവസാന യാമത്തിൽ പ്രവാചകൻ തവാഫുൽ വദാ നടത്തി. ഖബല സുബ്ഹി, സുബ്ഹിന്റെ മുമ്പായിട്ട്. വഖറജ സബീഹത്തൻ, അങ്ങനെ പ്രവാചകൻ അന്ന് പ്രഭാതത്തിൽ മക്കയിൽ നിന്ന് പുറപ്പെടുകയാണ്. വഹുവൽ യൗമുർ റാബിഅ അശർ, ദുൽഹജ്ജ് 14 അങ്ങനെ മക്ക വിടുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് മാത്രമല്ല, പ്രവൃത്തി എന്താണ്? അവിടെ നിന്ന് മക്കത്ത് ഹറമിൽ തന്നെ കുടികൊണ്ടു. അങ്ങനെ തവാഫുൽ വിദാ ചെയ്തിട്ടാണ് പ്രവാചകൻ മക്ക വിട്ടത് എന്ന് പ്രത്യേകം ഇതിൽ നിന്നും പ്രവാചകൻ്റെ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവർ, ഞാൻ വിവിധ തഫ്സീറുകളിൽ വന്നിട്ടുള്ളൊരു കാര്യം വായിക്കാം. അതായത് ഹിജ്റ 510 വഫാത്തായിട്ടുള്ള ഇമാം ബഗവിയുടെ മആലിമു തൻസീൽ ഫി തഫ്സീൽ ഖുർആൻ എന്ന് പറയുന്ന തഫ്സീറിൽ, അതുപോലെ തന്നെ ലുബാബു തഅ്വീൽ എന്ന് പറയുന്ന ഇമാം ഖാസിൻ എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള ഹിജ്റ 741 അദ്ദേഹം വഫാത്താകുന്നത് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ. അതുപോലെ തന്നെ ഹിജ്റ 775 വഫാത്തായിട്ടുള്ള അബൂ ഹഫ്സ് സിറാജുദ്ദീൻ എന്ന് പറയുന്ന പണ്ഡിതൻ്റെ അൽ ലുബാബ് ഫി ഉലൂമിൽ കിതാബ് എന്ന് പറയുന്ന തഫ്സീറിൽ, അതുപോലെ റൂഹുൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറിൽ, ഇതിലൊക്കെ വന്നിട്ടുള്ളൊരു കാര്യം എന്താ അറിയും?
ആ കാര്യം ഞാൻ വായിക്കാം, എന്നിട്ട് നമുക്കതിനെ വിലയിരുത്താം. അതിൽ പറയുന്നത് തവാഫ് സാലിസു, ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം, ഹജ്ജിന് വന്നിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ തവാഫ്, തവാഫുൽ ഖുദൂം അല്ലെങ്കിൽ പിന്നെ തവാഫുൽ ഇഫാദ, അതൊക്കെയാണ് 1-2 തവാഫുകളായിട്ട് പറയുന്നത്. പിന്നെ തവാഫു സാലിസ്, മൂന്നാമത്തെ തവാഫ് ഹുവ തവാഫുൽ വദാ, മൂന്നാമത്തെ തവാഫ് എന്ന് പറയുന്നത് വിടവാങ്ങൽ തവാഫാണ്. എന്നിട്ട് പറയുന്നത് ലാ റുഖ്സത ഫീഹി ലിമൻ അറാദ മുഫാറഖത മക്കത, മക്ക വിട്ടുപോകുന്ന ഒരാൾക്ക് ഒരു ഇളവും ഇല്ല. എങ്ങോട്ട് വിട്ടുപോകുക? ഇലാ മസാഫത്തിൽ ഖസ്വരി, കസറാക്കാനുള്ള വഴിദൂരം വിട്ടുപോകുന്ന ഒരാൾക്ക് ഇളവില്ല. അൻ യുഫാരിഖഹ, മക്ക വിടുന്നത്. ഹത്താ യതൂഫ ബിൽ ബൈത്തി സബ്അൻ, 7 ചുറ്റ് കഅബാലയത്തെ അങ്ങനെ തവാഫ് ചെയ്യുന്നത് വരെ. ഫമൻ തറക്കഹു ഫഅലൈഹി ദമുൻ, ആരാ തവാഫുൽ വദാ ഉപേക്ഷിച്ചോ അവൻ്റെ മേലെ ഒരു ഫിദിയ നിർബന്ധമാകുന്നു. ഞാൻ ഈ പറഞ്ഞ തഫ്സീറുകളിൽ ഇതേ വരികൾ, ഇതേ ലഫ്ലുകൾ, ഇതേ സെൻറ്റൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഖസർ, നമസ്കാരം ചുരുക്കാനുള്ളൊരു വഴിദൂരം സഞ്ചരിക്കാൻ മക്കയിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? തവാഫുൽ വദാ ചെയ്യണം. അല്ല എങ്കിൽ അവൻ്റെ മേലെ ഒരു പ്രായശ്ചിത്തം, ഒരു ഫിദിയ, ഒരാടിനെ അറുത്ത് മക്കയിലെ പാവപ്പെട്ട ആളുകൾ കൊടുക്കണം. അതിൽ നിന്ന് ഭക്ഷിക്കാൻ പാടില്ല എന്നാണ് അതിന് ചുരുക്കം. പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം ഇതിനെ ശരിക്കും കൃത്യമായിട്ട് മനസ്സിലാക്കണം. പല പണ്ഡിതന്മാരും ഈ നമസ്കാരം ചുരുക്കാനുള്ള ഒരു ദൂരപരിധി എന്ന് പറയുന്നത്, ആ വിഷയത്തിൽ വന്ന ഒരു പിന്നെ അസറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ വന്നിട്ടുള്ളൊരു അസറാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് 80 കിലോമീറ്റർ 84 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ആ ഹദീസ് ദുർബലമാണ്. അത് പ്രവാചകൻ്റെ ഒരു സ്ഥിരപ്പെട്ട വചനം, നമസ്കാരം കസറാക്കണമെങ്കിൽ ഇത്ര ദൂരം സഞ്ചരിക്കണം എന്നുള്ള നബിയുടെ ഒരു വചനം സഹീഹായി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഈ പരാമർശത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്, മക്ക വിടണോ അവൻ തവാഫുൽ വദാ ചെയ്യണം. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു 3 ഫത്വകൾ, ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഫത്വകൾ, അത് വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം. ഒന്ന്, മഹാനായ സമാഹത്തു ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹ് ബിൻ ബാസ് റഹിമഹുല്ല, അദ്ദേഹത്തോട് ചോദിക്കണം. അദ്ദേഹം പിന്നെ നമുക്കറിയാം സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. പിന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട് പതിറ്റാണ്ടുകളായി, ഏതാനും 1-2 പതിറ്റാണ്ടായി. അപ്പോൾ അദ്ദേഹത്തോട് പറയാണ്, ഹൽ യജൂസു ലിൽ ഹാജി അൻ യുസാഫിറ ഇലാ ജിദ്ദ ദൂന അൻ യതൂഫ തവാഫൽ വദാ വമല്ലദീ യൽസമു മിൻ ഫഅലി ദാലിക് മൻ ഫഅല ദാലിക്. അതായത് ഒരു ഹജ്ജിന് വന്ന വ്യക്തി അദ്ദേഹം ജിദ്ദയിലേക്ക് തവാഫുൽ വദാ ചെയ്യാതെ പോകാമോ? അവൻ്റെ മേൽ നിർബന്ധമായ, അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവൻ്റെ മേൽ നിർബന്ധമായ കാര്യം എന്ത് എന്നാണ്. അൽ ജവാബ്, അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം, ലാ യജൂസു ലിൽ ഹാജി അൻ യൻഫിറ മിൻ മക്കത ബഅദൽ ഹജ്ജി ഇല്ലാ ബഅദ തവാഫുൽ വദാ. തവാഫുൽ വദാ ചെയ്യാതെ ഒരു ആൾ ഹജ്ജിന് ശേഷം മക്കയിൽ നിന്ന് പോകൽ അനുവദനീയമല്ല. ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ അനുവദനീയമല്ല എന്ന് പറയുന്നത്? പ്രവാചകന്റെ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ്. എന്താ പ്രവാചകന്റെ വചനം? ലാ യൻഫിറന്ന അഹദും മിൻകും ഹത്താ യകൂന ആഖിറു അഹദിഹി ബിൽ ബൈത്ത്. റവാഹു മുസ്ലിം, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൻ്റെ വെളിച്ചത്തിൽ, അതായത് ഒരാളും തൻ്റെ അവസാന കർമ്മം മക്ക പരിശുദ്ധ കഅബയുമായി ബന്ധപ്പെട്ടാകണം, അതുവരെ അത് ചെയ്യുന്നതുവരെ മക്ക വിടരുത് എന്നുള്ള വചനത്തിൻ്റെ വെളിച്ചത്തിലാണ്. വഫി സഹീഹൈൻ, ബുഖാരിയിൽ മുസ്ലിം വന്നിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സമയ ദൈർഘ്യം പറയുന്നതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. അതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ കഅബ തവാഫ് ചെയ്യാതെ മക്ക വിടരുത് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഫലാ യജൂസു ലി അഹ്ലി ജിദ്ദ, ജിദ്ദക്കാർക്ക് അനുവദനീയമല്ല. വലാ ലി അഹ്ലി ത്വായിഫ്, ത്വായിഫുകാർക്കും അനുവദനീയമല്ല. വലാ ഗൈരിഹിം, ഇനി ആ ജിദ്ദി തായിഫ് മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും അനുവദനീയമല്ല. അൽ ഖുറൂജു മിൻ മക്കത ബഅദൽ ഹജ്ജ് ഇല്ലാ ബഅദൽ വദാ, തവാഫുൽ വദാ ചെയ്യാതെ ഹജ്ജിന് ശേഷം ഈ മക്കയിൽ നിന്ന് പുറപ്പെടൽ അനുവദനീയമല്ല. ഫമൻ സാഫറ ഖബലൽ വദാഇ ഫഇന്ന അലൈഹി ദമൻ, ആരെങ്കിലും തവാഫുൽ വദാഇന് മുമ്പായിട്ട് അവിടെ നിന്ന് പോയാൽ അവൻ്റെ മേൽ ഒരു പ്രായശ്ചിത്തം ചെയ്യണം, ആടിനെ ഇറക്കണം. ലികൗനിഹി, എന്താണ് അതിന് കാരണം? തറക വാജിബൻ, അദ്ദേഹം വാജിബായ നിർബന്ധമായ ഒരു കാര്യം ഉപേക്ഷിച്ചു എന്നാണ്. ഇതാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. വഖീല, ഒരു ഖീലയുണ്ട്. അതെന്താണ്? ഫീദാലിക അക്വാലുൻ ഉഖ്റ, ഇതിൽ മറ്റുള്ള വാക്കുകൾ പിന്നെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നൊരു ഖീലയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അദ്ദേഹം എന്താ പറയുന്നത് അറിയോ? വലാകിൻ, പക്ഷേ ഹാദാ ഹുവ സ്വവാബു ഇൻദ അഹ്ലിൽ ഇൽം, ഇവിടെ അദ്ദേഹം ഊന്നി പറഞ്ഞ ആ കാര്യങ്ങളാണ് പണ്ഡിത ലോകത്ത് ഏറ്റവും ശരിയായത് എന്നുള്ളതാണ്. ശരി, ഞാൻ മറ്റൊന്ന് ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നത് അൽ ലജ്നത്തു ദാഇമത്തു ലിൽ ബുഹൂസിൽ ഇൽമിയ്യത്തി വൽ ഇഫ്താ എന്ന് പറയുന്ന ഫത്വ ബോർഡ് നൽകിയിട്ടുള്ള, അത് സൗദി അറേബ്യയുടെ ഫത്വ സമാഹാരമാണ്. അതിനകത്ത് വന്നിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ അദ്ദേഹം പറയുന്നത് 20293 ഒരു ഫത്വയാണ്. അതിൽ ചോദ്യമാണ്. അതിനകത്ത് ആ ചോദ്യം എന്ന് പറഞ്ഞാൽ വജത്തു റുക്കാബൻ യുരീദുന സഫർ മിൻ മക്കത ഇല തായിഫ് വഅനലം അതുഫ് തവാഫൽ വദാ. അതായത് പിന്നെ ഞാൻ കണ്ടു, എന്താ കാണുന്നത്? പിന്നെ യാത്രക്കാരൊക്കെ മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് പോകാൻ, ഞാനാണെങ്കിൽ തവാഫുൽ വദാ ചെയ്തിട്ടില്ല. ഫലവു ദഹബ്തു ബിഹിം ഇല ത്വായിഫ് വറജഅതു ഇല മക്ക, ഞാൻ ത്വായിഫിലേക്ക് പോവുകയും എന്നിട്ട് മക്കയിലേക്ക് മടങ്ങുകയും ചെയ്താൽ സുമ്മ അതൂഫ് തവാഫുൽ വദാ, എന്നിട്ട് ത്വായിഫിലേക്ക് പോയിട്ട് മക്കയിലേക്ക് തിരികെ വന്നിട്ട് തവാഫുൽ വദാ ചെയ്താൽ ഫഹൽ അലയ്യ ഷൈഉൻ അംല, എൻ്റെ മേലെ കുറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം. അപ്പോൾ അൽ ഇജാബ, അതിനുള്ള ഉത്തരം എന്താ? അൽ വാജിബു അലൈക
അൽ വാജിബു അലൈക അൻ തതൂഫ ലിൽ വദാഇ ഖബല സഫർ ഇല ത്വായിഫ്. നിർബന്ധമായും നീ ത്വായിഫിലേക്ക് പോകുകയാണെങ്കിൽ യാത്രക്ക് മുമ്പായിട്ട് തവാഫുൽ വദാ ചെയ്യണം. ഫഇൻ സാഫർത ഇല ത്വായിഫി ഖബല തവാഫുൽ വദാഇ ബഅദ ഇസ്തിക്മാലി അമാലിൽ ഹജ്ജ് വജബ അലൈക ദമുൻ. നീ ഹജ്ജിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ച് തവാഫുൽ വദാ ചെയ്യാതെ തായിഫിലേക്ക് പോയാൽ നിൻ്റെ മേലെ ഒരു ആടിനെ അറുക്കൽ നിർബന്ധമാണ്. യുദ്ബഹു ഫി മക്ക വയുവസ്സ അലൽ ഫുഖറാ. അത് മക്കയിൽ അറുക്കുകയും അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് ദരിദ്രന്മാർക്ക് നൽകുകയും വേണം. ലിതർക്കിക തവാഫുൽ വദാ, നീ തവാഫുൽ വദാ ഉപേക്ഷിച്ചത് കൊണ്ടാണ് അത്. ലിഅന്നഹു വാജിബുൻ മിൻ വാജിബാത്തിൽ ഹജ്ജ്, കാരണം അത് ഹജ്ജിൻ്റെ വാജിബുകളിൽപ്പെട്ട ഒരു വാജിബാകുന്നു എന്നാണ്. എന്നിട്ടൊന്നുകൂടെ പറയുന്നു, വലാ യുജ്സിഉക തവാഫു ബഅദ റുജൂഇക മിന തായിഫ്. തായിഫ് എന്ന് മടങ്ങി വന്നിട്ട് തവാഫുൽ വദാ ചെയ്താൽ പോരാ എന്നാണ് അതിൽ പറയുന്നത്. സഹോദരങ്ങളെ, ഈ രൂപത്തിലുള്ള ഫത്വ തന്നെയാണ് മജ്മു ഫതാവ ഇബ്നു ഉസൈമീൻ എന്ന് പറയുന്ന ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ്റെ ഫത്വയിലും കാണുന്നത്. അതിൽ പറയുന്നത് ലാ യജൂസു ലി അഹ്ലി ജിദ്ദ വലാ ഗൈരിഹിം, ജിദ്ദക്കാർക്കാകട്ടെ അല്ലാത്ത നാട്ടുകാർക്കാകട്ടെ അൻ യദ്ഹബു ഇലാ ബിലാദിഹിം ഖബല തവാഫിൽ വദാഇ തുമ്മ യർജിഉ ഇലാ മക്കത ഇദാ ഖഫ്ഫ സിഹാം. ഈ തിരക്ക് അദ്ദേഹം പറയുന്നത് ജിദ്ദക്കാർക്കാകട്ടെ വലാ ഗൈരിഹിം, മറ്റുള്ള നാട്ടുകാർക്കാകട്ടെ അവരുടെ നാടുകളിലേക്ക് തവാഫുൽ വദാഇന് മുമ്പ് പോകുകയും എന്നിട്ട് തിരക്ക് കുറയുന്ന സമയത്ത് മക്കയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നത് അനുവദനീയമല്ല. യജിബു അല്ലാ യുഗാദിറു മക്കത ഹത്താ യതൂഫു അൽ വദാ. അവർ തവാഫുൽ വദാ ചെയ്യുന്നത് വരെ മക്കയിൽ നിന്ന് വിട പറയാൻ പാടില്ല, മക്കയിൽ നിന്ന് പോകാൻ പാടില്ല. ലിഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ മതവിധി പറയുന്നത്. ലാ യൻഫിറന്ന അഹദുക്കും ഹത്താ യകൂന ആഖിറു അഹ്ദിഹി ബിൽ ബൈത്ത്. ആ ഹദീസിൻ്റെ വെളിച്ചത്തിൽ അഥവാ ഒരാളും ഒരു ഹാജിയും അദ്ദേഹത്തിൻ്റെ ഹജ്ജിൻ്റെ അവസാനത്തെ കർമ്മമായിട്ട് മക്ക വിടുന്നതിന് മുമ്പ് ഈ തവാഫുൽ വദാ ചെയ്യാതെ എന്നുള്ളതാണ്. അപ്പോൾ മക്ക വിടുന്നോ ത്വായിഫിലേക്ക് പോകുകയാണെങ്കിലും എവിടേക്ക് പോകുകയാണെങ്കിലും ഹറമെന്ന് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തവാഫുൽ വദാ ചെയ്യണം, അല്ലാതെ പോകൽ അനുവദനീയമല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹവും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമ്മൾ ഹദീസിൽ നിന്ന് പറയുകയുണ്ടായി, പ്രവാചകൻ്റെ വചനം അതുപോലെ പ്രവാചകൻ്റെ പ്രവൃത്തി ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള മതവിധികൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു നിലപാട് എന്ന് നമ്മൾ അറിയുക. അല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.